ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പക്ഷേ ഒരു ആലിമിന്റെ ഇൽമ്, ആ ഇൽമ് കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നറിയണമെങ്കിൽ, നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഇൽമ് വേണം. ഒരു മനുഷ്യൻ തിന്മയിലേക്കും വഴികേടിലേക്കുമാണോ അല്ല സന്മാർഗത്തിലാണോ ഇസ്തിഖാമത്തിലാണോ എന്നറിയണമെങ്കിൽ ഇൽമ് വേണം. ഇൽമിന്റെ മഹാഗോപുരമായി കേരളീയ മുസ്ലിമീങ്ങൾക്ക് അനുഗ്രഹമായി അള്ളാഹു തന്നിരുന്ന സൈനുൽ ഉലമ നമ്മളോട് വിട പറഞ്ഞിട്ട് 3 വർഷം തികയുകയാണ്. അള്ളാഹുവെ മഹാനുഭാവന്റെ എല്ലാ സേവനങ്ങളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ആ മഹാനുഭാവർ ഉയർത്തിപ്പിടിച്ച ജീവിത വിശുദ്ധിയും നന്മയും കാലാകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്തകേല ജമീയത്തുൽ ഉലമയുടെ തണലിലായി അള്ളാഹു നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹുവിന്റെ വലിയും അള്ളാഹുവിന്റെ ആരിഫുമായ സുൽത്താനുൽ ഔലിയ എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച മഹാനായ ജീലാനി തങ്ങളോട് ചില ആളുകൾ ചോദിച്ചു, മഹാനവറുകളോട്, നിങ്ങളുടെ മനാഖിബും നിങ്ങളുടെ സ്ഥാനമാനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും ഒരു കറാമത്ത് നിങ്ങൾ കാണിച്ചു തരണം, ഒരു കറാമത്ത് കാണിച്ചു തരണം. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദുകാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അനഫീക്കും മുൻദു കം സന, എത്ര വർഷമായി നാട്ടുകാരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു? ഒരു കാലം പറഞ്ഞു കൊടുത്തു, എത്ര വർഷമായാലും നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. ഹൽ റഅയ്തും അലയ്യ മഅസിയതൻ ഖത്ത്, ഞാൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഔ അന്നനി ഖാലഫതു ശരീഅത്തല്ലാഹ്, അല്ലാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഖാലൂ ലാ, ഞങ്ങളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ചെയ്യുന്നത് നന്മയല്ലാതെ ശരീഅത്തിന് വിരുദ്ധമായത് ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി, ഹാദിഹി അഅ്ളമു കറാമത്തിൻ യുക്രിമുല്ലാഹു ബിഹാ ഇബാദഹ, അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത് ഈ നേർവഴിയിൽ ജീവിക്കാൻ കഴിയലാണ്. അതാണ് വലിയ കറാമത്ത്. അത്ഭുതങ്ങൾ സജ്ജനങ്ങളുടെ കൈകളാൽ ഉണ്ടാകും, അതിന് കറാമത്ത് എന്ന് പറയും. അത്ഭുതങ്ങൾ ഫാസിഖുകളായ ആളുകൾ, ചമ്മാടികളായ ആളുടെ കൈകളിലൂടെ അത്ഭുതം ഉണ്ടാവും. അത് നിശ്ചിതറാജ് എന്ന് പറയാം, ചൂണ്ടൽ പ്രയോഗം, ആളെ പറ്റിക്കുന്ന പരിപാടി. അത്ഭുതങ്ങളല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അഅ്ളമു കറാമ, ആയിരക്കണക്കിന് കറാമത്തുകൾ കാണിച്ച മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവറുകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാൻ പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അൽ ഇസ്തിഖാമ, നേരായ വഴിയിൽ തെറ്റുകൾ ചെയ്യാണ്ട് നേർവഴിയിൽ ജീവിക്കുക. ഈ നേരിന്റെ നറുമണം നമുക്ക് നൽകിയിരുന്ന മഹാനായിരുന്നു മഹാനായ സൈനുൽ ഉലമ. അല്ലാഹു നമുക്കും ഇസ്തിഖാമത്ത് നൽകട്ടെ. വലാ നുസക്കി അലല്ലാഹി അഹദ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളെ വെക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന അമവി ഭരണാധികാരി, അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരൽപ്പം മനസ്സിനുള്ളിൽ വൈരാഗ്യം കൊണ്ട് നടന്നിരുന്നൊരു ഭരണാധികാരിയാണ്. അപ്പൊ പണ്ഡിതന്മാരൊക്കെ വരുമ്പോ അലി തങ്ങളെ ഇകഴ്ത്തി പറയാൻ അദ്ദേഹം സാഹചര്യങ്ങളൊക്കെ നോക്കും, എന്തെങ്കിലും ചാൻസ് കിട്ടുമോ.
അതിന്റെ വലിയൊരു ഒരു വിഷമെന്താ വെച്ചാൽ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്താൻ നേതൃത്വം കൊടുത്ത ആള് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ്. അഹങ്കാരിയായി എഴുന്നള്ളി ഈ വിഷയം ജനങ്ങളിൽ പരത്തിയ ആള് ആയിഷ റളിയല്ലാഹു തആല അൻഹ മോശമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന്, വ്യഭിചാരം ചെയ്തു എന്ന് ജനങ്ങളിൽ വിളിച്ചു പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, അവനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വല്ലദീ തവല്ല കിബ്റ, അഹങ്കാരം കൊണ്ട് എഴുന്നള്ളിയ മനുഷ്യൻ. അതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. പക്ഷേ ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയും, അത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് പറയും. മഅദല്ലാഹ് എന്ന് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബിന്റെ സ്വഹാബിമാർ, അഹ്ലുൽ ബൈഅ, അഹ്ലുൽ ബദർ സ്വഹാബിമാർ, ഇവരൊക്കെ മഹത്തുക്കളല്ലേ. മുസ്ലിം ഇബ്നു യസാർ എന്ന് പറയുന്ന പണ്ഡിതൻ, മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ വന്നപ്പോ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജാവ് ചോദിച്ചു, അല്ല മുസ്ലിം ഇബ്നു യസാർ പണ്ഡിതനാണ്, നിങ്ങളെ ഈ വല്ലദീ തവല്ല കിബ്റഹു അതാരെ പറ്റി അള്ളാഹു പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. എന്താ സംശയം? അത് അലിയാരാണല്ലോ. അൽ ഖലീഫത്തു അഅലമു ബിമുറാദിഹി വമഫ്ഹൂമിഹി. പിന്നെ ഖലീഫ പറഞ്ഞു തന്നെയായിരിക്കും, നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇല്ലാണ്ടിരുന്നു. അടുത്തൊരു മഹാൻ കടന്നു വന്നു, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു, ആ ആയത്തിന്റെ ഉദ്ദേശ്യം ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവാണ്. ഖലീഫ പറഞ്ഞു, അത് അലിയാരല്ലേ? എന്നാ പിന്നെ എനിക്കറിയില്ല. ഇമാം സുഹരി തങ്ങൾ വന്നു, ആലിമും മിൻ ഉലമാ ഇത്താബിഈൻ, മഹാന്മാരായ താബിഈങ്ങളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതൻ. ഇമാം സുഹരി തങ്ങൾ വന്നിട്ട് സുഹരി ഇമാമിനോട് ചോദിച്ചു ഇതേ ചോദ്യം, വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. ധാരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ആരായി പറയും? രാജാവ് എന്ന് പറഞ്ഞ 10-20 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്. പഞ്ചായത്തല്ല ഇവർ ഭരിക്കുന്നത്, 10-20 രാജ്യങ്ങളാണ്. അതിന്റെ ഖലീഫയാണ് ഈ ചോദിക്കുന്നത്. അവർക്ക് എതിരായി എന്തെങ്കിലും പറഞ്ഞാൽ തലവെട്ടലാണ്, വേറെ വർത്തമാനം ആരും ചോദിക്കൂല. ഇമാം സുഹരി തങ്ങൾ കടന്നു വന്നു. ആരാണ് സുഹരി? വല്ലദീ തവല്ല കിബ്റ ഹുവ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അങ്ങനെയല്ലല്ലോ, അത് അലിയാരല്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരല്ലേ? സുഹരി ഇമാമോട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ അദുവല്ലാഹ് കദബത അൻത വഅബൂക വജദ്തുക ഫഖദ് സമിഅത മിമ്മൻ അഫിഖു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുഹരി തങ്ങളോട്, നിങ്ങളാണ് നുണ പറഞ്ഞത് രാജാവേ, നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ വല്ലിപ്പയും അവിടെ നുണ പറയണത്. അതെങ്ങനെ അലി തങ്ങളാവുക? അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലല്ലേ? സ്വഹീഹായ സനദിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ സനദല്ലേ അത്? അതിലത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണെന്ന് പറയുമ്പോ നിങ്ങൾ അലിയാരാണെന്ന് പറയേ, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പറയേ, പാവമായ വളരെ പവിത്രമായ ഒരു സ്വഹാബിയെ കുറിച്ച് പറയേ, നിങ്ങൾ നുണ പറയല്ലേ? ഇതൊന്നും ഒരു രാജാവിനോടും ഒരു ആലിമൊന്നും പറഞ്ഞിട്ടില്ല. സുഹരി ഇമാമോട് പറഞ്ഞു. അദ്ദേഹം നമ്മൾ പറഞ്ഞു പോകാൻ ചൂടായി പോയോ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളെ കുറിച്ച് മിണ്ടിപ്പോവരുത്. ആലിമീങ്ങൾ പലവിധമാണ്. തിന്മകൾ കാണുമ്പോ മിണ്ടാണ്ടിരിക്കുന്നവരുണ്ടാവും. തിന്മകൾ ഏത് വഴിക്ക് വരുന്നു ആ വഴിയിൽ എന്തെങ്കിലും തനിക്ക് തടസ്സങ്ങൾ വരുമെന്ന് കണ്ടാൽ മിണ്ടാണ്ടിരിക്കുന്നവരുണ്ടാവും. എന്ത് തിന്മ കണ്ടാലും എവിടെ കണ്ടാലും അത് സധൈര്യം നന്മ നന്മയും തിന്മ തിന്മയുമാണ്. ദീനിന്റെ ഫത്വകൾ ഒരാൾക്ക് വേണ്ടിയും വളച്ചൊടിക്കാതെ അത് സത്യസന്ധമായി വിളിച്ചു പറയാനുള്ള ഒരു വലിയ ധൈര്യം കാണിച്ചിരുന്ന മഹാനായ സയ്യിദുൽ ഉലമ. ഇമാം സുഹരി തങ്ങളുടെ സംഭവം ഓർക്കുമ്പോ മഹാനവറുകളെ നമ്മൾ ഓർത്തുപോവുകയാണ്. ദീനിന്റെ മസാല ഇങ്ങനെയാണ്, മദ്ഹബിന്റെ കാഴ്ചപ്പാട് ഇന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എത്രയോ ഫത്വകൾ, ആയിരക്കണക്കിന് ഫത്വകൾ ആ മഹാനുഭാവന്റെ അരികത്ത് നിന്ന് വാങ്ങിപ്പോയ ആളുകളുണ്ട്. സാദിനെ സ്നേഹിക്കുന്നവരുണ്ട്,
ഉസ്താദിനെ പരിചയപ്പെടാൻ വന്നവർ പരിചയമില്ലാത്തവര് ആരായിരിക്കട്ടെ, ദീനിന്റെ പ്രമാണം എവിടെയാണോ, എന്താണോ ദീനിന്റെ പ്രമാണം പറയുന്നത് അത് ആരുടെയും മുഖത്ത് നോക്കാതെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിരുന്ന മഹാൻ. ഇതൊരു ആലിമിന്റെ പവറാണ്. അങ്ങനെയാണ് ആലിമീങ്ങൾ വേണ്ടത്. അല്ലാഹു ഉമ്മത്തിന് ഉലമാഇനെ കൊണ്ട് ഇസ്സത്ത് നൽകട്ടെ. ഒരു മഹാന്റെ ഏറ്റവും വലിയ കറാമത്ത് ആ മനുഷ്യന്റെ ഈ സത്യസന്ധമായ വീക്ഷണമാണ്, കാഴ്ചപ്പാടുകളാണ്. വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. سورة فصلت. إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ജീവിതത്തിൽ ആശയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വിളിച്ചു പറഞ്ഞവർ, എന്നിട്ട് നേർവഴിയിൽ കടന്നു പോവുകയും ചെയ്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരുപാട് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ മരിച്ചു പോകുമ്പോൾ ആ ആശയത്തിലല്ലായിരുന്നു. അതുകൊണ്ട് ആരാണോ ആ ആശയത്തിൽ നേർവഴിയിൽ മരിക്കുന്നവരെ ജീവിക്കുന്നത്, അവസാന സെക്കൻഡ് വരെ നേർവഴിയിൽ കഴിയുന്നവരാരോ അവരെ പറ്റിയാണ് റമദാൻ വരുമ്പോ ഒരു നല്ല ജീവിതം, അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങനെയല്ല. മരിക്കുന്നവരെ നല്ലവരായിട്ട് ജീവിക്കുക, ആ നന്മയിലായിട്ട് മരിക്കാൻ പറ്റുക, അതൊരു വലിയ സൗഭാഗ്യമല്ലേ. അങ്ങനത്തെ ആളുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും ഒരിടത്തേക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. പേടിക്കാന്ന് പറഞ്ഞാൽ വരാനുള്ളത് എന്താണെന്നായി പേടി. സങ്കടം എന്തിനെ കുറിച്ചാണ്? വരുന്നതിനെ കുറിച്ചാണോ? കഴിഞ്ഞതിനെ കുറിച്ചാണ് സങ്കടം. കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടം വേണ്ട, വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കും വേണ്ട. നിങ്ങൾ സമാധാനിച്ചിരുന്നോളെ. സങ്കടം പേടിയും അതാണ്. സങ്കടം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാ വരിക. പേടി എന്ന് പറഞ്ഞ റബ്ബിന്റെ കുട്ടിനെ കല്യാണം ആവുമ്പോഴേക്ക് എന്താവും, അതാ പേടി. വരാൻ പോണിനെ കുറിച്ച് നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അല്ലാഹു ഏറ്റെടുത്ത പിന്നെ എന്തിനെ പേടിക്കേണ്ടത്? نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. സജ്ജനങ്ങളുടെ മരണം അല്ലാഹു വിധിക്കാൻ നല്ല നിലയ്ക്ക് ജീവിച്ചു, അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചു, നല്ല സൽസ്വഭാവിയായി ജീവിച്ചു. മരിക്കുന്ന നേരത്തെ അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ,
നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞില്ലേ, ആ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നു, സന്തോഷിച്ചോളൂ. അല്ലാഹു അങ്ങനെയൊക്കെ കേട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും നൽകട്ടെ. ഒരു സുഹൃത്ത് എന്റെ വല്യാപ്പ മരിച്ച കഥ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അദ്ദേഹം അബുദാബിയിലാണ്, ചെറുപ്പക്കാരൻ. ഒരു ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് യേശുക്രിസ്തുവിന്റെ കന്യാമറിയുവിന്റെ ഒക്കെ ഈ ഫോട്ടോ വെക്കുമല്ലോ റൂമില്. ഈ മഹാൻ ചെറുപ്പക്കാരൻ കുട്ടി, അവന്റെ വല്യപ്പയായി മഹാനുഭാവം മരിക്കണ നേരത്ത് അന്ന് റൂമിൽ, അതുവരെ ഒന്നും പറഞ്ഞില്ല, അന്ന് പറഞ്ഞു ഈ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി. കുറെ ആൾക്കാരുടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് കടക്കാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലാണ്, ഒന്നോട് മാറ്റാറൊന്നുമില്ല. മഹാൻ പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ സഹകരിച്ചു. സക്കറാത്ത് കിടക്കുന്ന ആളല്ലേ പറയണത്. ഫോട്ടോകളെടുത്ത് മാറ്റിവെച്ചു. പിന്നെ ഒരു സുഗന്ധം അങ്ങോട്ട് കയറുന്ന പോലെ അനുഭവപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. സജ്ജനങ്ങളുടെ മരണത്തെ പറ്റി പറയുമ്പോഴൊക്കെ അത് കേൾക്കാൻ പറ്റും. നല്ലൊരു എന്തോ ഒരു രസമുള്ളൊരു സുഗന്ധം കുറച്ചു നേരത്തേക്ക്. പിന്നെ ഇത് എന്തായി എന്നറിഞ്ഞില്ല, എവിടുന്ന് വന്നു. അല്ലാഹുവിന്റെ മലക്കുകളുടെ വരവാണത്. നമുക്ക് മുഅ്മിനീങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ചില ആളുകൾ അത് നേരിട്ട് അനുഭവിക്കും. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സലാം പറഞ്ഞ് ആ സലാമിന് മറുപടി പറഞ്ഞ് മുസാഫാത്ത് ചെയ്തിരുന്ന മഹാനാണ് ഹബീബിന്റെ സ്വഹാബികളിൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങളും അല്ലാമ ഇബ്നു സിരീൻ തങ്ങളും ഒരുമിച്ച് പറയും, രണ്ടുപേരും പറയും, വല്ലാഹി മാ ദഖലൽ ഇറാഖ ഖൈറു സ്വഹാബിയിൻ മിൻ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്ന സ്വഹാബിയെക്കാളും ഖൈറായൊരു മഹാൻ ഇറാഖിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇറാഖിൽ പോയ സ്വഹാബിയാണ്. മുആദ് ഇബ്നു ജബൽ എന്നവര് ഒരുപാട് മഹാന്മാർ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഒരുപാട് ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബികൾ. എന്നാലും മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നവരെ പോലെ ഖൈറായവര് കടന്നു വന്നിട്ടില്ല. എന്റെ കാരണം എന്നറിയോ? വലിയ രോഗമായിരുന്നു, വലിയ അസുഖത്തിലാണ്, ചികിത്സ കിട്ടാണ്ട്, മരുന്ന് ഫലിക്കാണ്ട് ആ മഹാൻ പിന്നെ പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് രോഗം തന്നെ മതി. 30 കൊല്ലം കിടപ്പിൽ കിടന്ന മഹാനാണ്, കിടന്ന കിടപ്പിൽ. എന്നിട്ടും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. 30 കൊല്ലം ബെഡിലായിരുന്നു. എല്ലാവരും പോയാൽ, വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിലേക്ക് മലക്കുകൾ ഇങ്ങനെ വരുന്ന അവരോട് സലാം പറയും. യാ ഇമ്രാൻ, സുഖം തന്നെയല്ലേ? മലക്കുകളുടെ തസ്ലീം, സലാം പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ച സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്നവരെ. അവസാന രോഗം കൊണ്ട് കൂടിയപ്പോ അല്ലാഹുവോട് പറഞ്ഞു പോയി, റബ്ബേ ഒന്ന് ശിഫയാക്കിത്താ. അതിൽ പിന്നെ എഴുതി നടക്കാൻ തുടങ്ങി. ആ പറഞ്ഞപ്പോഴേക്കും അല്ലാഹു ശിഫയാക്കി കൊടുത്തു. പക്ഷേ പിന്നെ മലക്കുകളെ കാണില്ല. രണ്ടാമത് വരുന്നതാ, അല്ലാഹുവേ എനിക്ക് ആ രോഗം തന്നെ മതി, മലക്കുകളൊന്നും കാണില്ലല്ലോ. മലക്കുകളെ കണ്ട് കിടന്നൂടെ? രോഗിയാണെങ്കിൽ എന്താ? നമ്മള് ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന എത്രയോ സജ്ജനങ്ങൾ, ഉമ്മമാര്, മഹതിമാര്, മഹാന്മാർ നമ്മൾ അറിയുന്നുണ്ടോ? ഒരുപക്ഷെ അവര് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അറിയുന്നുണ്ടാവാം. നമ്മൾ പറയാം ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം അവർക്കറിയാൻ പറ്റും. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മലക്കുകളുടെ തസ്ലീം അനുഭവിക്കാൻ വേണ്ടി, അള്ളാഹുവേ എനിക്ക് എന്റെ രോഗം തിരിച്ചുതാ എന്ന് പ്രാർത്ഥിച്ച സ്വഹാബിയാണത് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ. ഹുസൈൻ സീനല്ല, സ്വാദാൻ. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല. تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا, നിങ്ങൾ പേടിക്കരുത്, സങ്കടപ്പെടരുത്. وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു പറഞ്ഞില്ലേ സ്വർഗം തരുമെന്ന്. സ്വർഗം കിട്ടും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട എന്ന് മലക്കുകൾ സന്തോഷം പറഞ്ഞു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെയാണ് മരണമെങ്കിൽ എന്തിനെ പേടിക്കണത്? അങ്ങനെയാണൊരു മരണം. അങ്ങനെ ഒരു സംഭവം ദുനിയാവിൽ വേറെ എവിടെ കിട്ടുക? മരിക്കുന്ന നേരത്തല്ലാതെ ഇങ്ങനെ സന്തോഷം പറഞ്ഞ് കൈപിടിച്ചു കൊണ്ടുപോകുന്നൊരു അനുഭവം അള്ളാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന ഈ അനുഭവം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ സജ്ജനങ്ങളായതുകൊണ്ടല്ല, അവരെ സ്നേഹിക്കുന്നതിന്റെ പേര്. ഇമാം ശാഫിഈ തങ്ങൾ പാടുക, നമ്മുടെ മദ്ഹബിന്റെ ഇമാം. أحب الصالحين ولست منهم
وأرجو أن أنال بهم شفاعة وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്, ഞാനൊരു നല്ല ആളാണ് അല്ലെങ്കിൽ തന്നെയും എനിക്ക് നല്ലവരെ ഇഷ്ടമാണ്. തെറ്റ് ചെയ്ത് നടക്കുന്നവരെ എനിക്കിഷ്ടമല്ല. ഞാനും അവരും ഒരുപോലെ ആണെങ്കിൽ തന്നെയും തെറ്റിന്റെ വിഷയത്തിൽ ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സ്വാലിഹായതിന്റെ പേരിലൊന്നും. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി ആലിമീങ്ങളെ കൊണ്ട് ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആലിമീങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഒന്നല്ല, നമ്മളെ മമ്മൂട്ടിയല്ലേ ഓരോടോ സ്വർഗത്തേക്ക് വാ, അള്ളാന്റെ മുമ്പിൽ വെച്ച് വിളിച്ചാൽ പോരെ. ധാരാ നമുക്ക് കഞ്ഞുകൊണ്ടെന്നിരുന്ന ആളല്ലേ, ധാരാ നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളല്ലേ, നമ്മുടെ അടുത്ത് പഠിച്ച മുത്താലിമല്ലേ. ഒരു ഉസ്താദ് ഒരു ശിഷ്യന്, ഒരു സാധാരണക്കാരൻ അവരുടെ സുഹൃത്തിന്, ഒരു ആലിം ഒരു പാമരന്, അവരൊക്കെ നാളെ ശഫാഅത്തില്ലേ. നമുക്ക് ആകെ ഈ ദുനിയാവിൽ കിട്ടുന്ന വലിയ സമ്പാദ്യം പൈസ അല്ല, നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റിയാൽ ഉറുക്കി പിടിച്ചോളെ. അതാണ് സമ്പാദ്യം. പൈസ വരുമ്പോ ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ ഖളാ അല്ലേ നടക്കൂ. ഏത് പൈസ ഉണ്ടായിട്ടെന്താ? അള്ളാഹ് ശിഫ വിധിച്ചാലേ ഏത് അസുഖത്തിനും ശിഫയുള്ളൂ അല്ലേ? അള്ളാഹു ശിഫ വിധിക്കാതെ കോടി കൊണ്ടേ ചെലവഴിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർമാര് പറയും മരുന്ന് പ്രതികരിക്കണില്ല, നേരത്തെ അള്ളാന്റെ ഖളാ ഇവിടെ ഉണ്ടായിട്ടില്ല നേരത്തെ. ഏറ്റവും നല്ല സമ്പാദ്യം നല്ല സുഹൃത്തുക്കളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളും മുതഅഖിരീങ്ങളുമായി ഇവർ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ നന്മക്കനുസരിച്ചാണ് ഒരു മനുഷ്യനെ ഓർക്കപ്പെടുന്നത്. നമ്മളിപ്പോ ഇമാം നബവി തങ്ങളെ ഓർക്കുന്നു, ഇമാം ഷാഫി തങ്ങളെ ഓർക്കുന്നു, ഇമാം ബുഖാരി തങ്ങളെ പറ്റി പറയുന്നു, ഇമാം മുസ്ലിം തങ്ങളെ പറ്റി, ഇമാം മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയുന്നു, സ്വഹാബികളെ കുറിച്ച് പറയുന്നു, അംബിയാഇനെ കുറിച്ച് പറയുന്നു. എന്താ കാരണം എന്നറിയോ? എത്ര കണ്ട് നന്മകൾ കൂടുതലാണോ അത്ര കണ്ട് പിൻഗാമികൾ അവർ ഓർത്തുകൊണ്ടിരിക്കുന്ന. ചിലരൊക്കെ ഉമ്മിമാപ്പൊക്കെ മരിച്ചാൽ ഒരു കൊല്ലം ആദ്യത്തെ ആണ്ട്, രണ്ടാമത്തെ ആണ്ട്, മൂന്നാമത്തെ ആണ്ടിനിപ്പം ഇക്കാക്ക ഇവിടെ ഇല്ലല്ലോ, ഇപ്പൊ കൊല്ലം വേണ്ട, ഇപ്പൊ നാലാമത്തത് കഴിഞ്ഞാലും ചെയ്തിട്ടില്ലല്ലോ, നമ്മക്കൊല്ലം വേണ്ട, അവിടെ തീർന്നു. അങ്ങനെയല്ല, ഓരോ കൊല്ലം വരുമ്പോഴും റബ്ബേ നമുക്ക് ഓർക്കണ്ടേ, നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ നമ്മുടെ വാപ്പ, നമ്മുടെ വല്യാപ്പാനെ മറക്കാൻ പറ്റുമോ? നമ്മുടെ ഗുരുനാഥനെ, ഉസ്താദിനെ, നമ്മുടെ ഖാദിയാരെ, നമ്മുടെ ഖതീബ് ഉസ്താദിനെ, നമ്മുടെ മുദരിസിനെ, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചെന്ന ആളെ കാലങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ എത്ര നാളുകൾ കൂടുതൽ വരുന്നോ അത്രയും അവർ നന്മ വർദ്ധിച്ചവരായിരുന്നു എന്നതിന്റെ അടയാളമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാരൊന്നും ലോകം മറക്കൂല, ചില ആളുകൾ പെട്ടെന്ന് മറക്കപ്പെട്ടു പോവാണ്. യാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് നിബിതങ്ങൾ പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ആ യാത്രക്ക് വേണ്ടി നേർവഴിയിലൂടെ നിങ്ങൾ കടന്നു വരണം, പിഴച്ച വഴികളിലേക്ക് പോവല്ലേ. നിങ്ങൾ ഇസ്തിഖാമത്ത് നിലനിർത്തണം എന്ന് പരിശുദ്ധ നബിയോട് അള്ളാഹുവിന്റെ ആജ്ഞ നമ്മളോട് പറയണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ താടിയിലും തലയിലുമായിട്ട് ഏകദേശം 20 മുടിയെ നരച്ചിരുന്നുള്ളൂ. ഇത് തങ്ങളുടെ താടിയിലും തലയിലുമായിട്ട്. അന്ന് നര വരാൻ മിനിമം 80 വയസ്സെടുക്കുന്ന അന്നത്തെ കാലം അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ വിധങ്ങളിൽ നരം കണ്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കണ്ട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് മല്ലദീ ശയ്യബക അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയിലേക്ക് നര പെട്ടെന്ന് വന്നുവല്ലോ. നൂഹ് നബിയുടെ കാലത്തും നരന്നില്ല, നൂറുകണക്കിന് കൊല്ലം ജീവിച്ചിട്ടും നരച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ പെട്ടെന്ന് നരബാധിച്ചുവല്ലോ എന്ന് സിദ്ദീഖ് എന്നവർ ചോദിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് നരബാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് രണ്ടുപേരും 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ.
അജ്ല ഇലൈക എന്നായല്ലോ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശയ്യബത്നി ഹൂദ് വൽവാഖിഅ വൽമുർസലാത്ത് വഅമ്മ യതസാഅലൂന വത്തക്വീർ. ഇദശംസു കുവ്വിറത് ആ സൂറയും അമ്മ യതസാഅലൂന എന്ന സൂറത്തും വൽമുർസലാത്ത് എന്ന സൂറത്തും ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തു ഹൂദ് ഇതുപോലെയുള്ള സൂറകൾ, ആ സൂറകളുടെ ആശയം കൊണ്ടാണ് എന്റെ തല നിലച്ചുപോയതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ശയ്യബത്നി ഹൂദ്, സൂറത്തു ഹൂദാണ് എനിക്ക് നിലവരാൻ കാരണം. സൂറത്തു ഹൂദ് 100-ലേറെ ആയത്തുകൾ വരുന്ന സൂറയല്ലേ. മഹാനായ ഇമാം അബൂ നസ്ർ അബ്ദുറഹീം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവകൾ പറയുന്നുണ്ട്, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. റഅ അഹദു സ്വാലിഹീന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുറഹീം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഒരാൾ ഹബീബിനെ സ്വപ്നം കണ്ടു. മഹാന്മാർ പറയാ അത് അവരെ കുറിച്ചാണ് ഈ പറയണത് എന്നാണ്. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നൂലേ, ഒരാൾ കണ്ടിട്ടുണ്ട്. അവരെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ പറയാ അതാ മഹാൻ, അവരെ കുറിച്ച് തന്നെയാണ് പറയണത്. സംഭവം അവരെന്നെയാ കണ്ടത് നിബിതങ്ങളെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സ്വപ്നത്തിൽ കണ്ടപ്പോ, യാ റസൂലല്ലാഹി മല്ലദീ ശയ്യബക മിൻ സൂറത്തി ഹൂദ് വഹിയ സൂറത്തുൻ തസീദു ആയാതുഹാ അലാ 100 ആയ. 100-ലേറെ ആയത്തുകളുള്ള സൂറത്ത് ഹൂദിൽ ഏതു ഭാഗമാണ് നബിയെ അങ്ങേക്ക് നിരവരാൻ കാരണമായത് എന്ന് ചോദിച്ചപ്പോ ഫഖാല നബിയു, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്രേ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. സൂറത്ത് ഹൂദിലെ 112-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് ഇങ്ങനൊരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇബ്നു അബ്ബാസ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് ചോദിച്ചു, നബിയെ ഏതായത്ത് കൊണ്ട് അങ്ങേക്ക് നിരവന്നത്? ഫസ്തഖിം കമാ ഉമിർത എന്ന്. അതിന്റെ ആശയം നമുക്ക് ആലോചിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ വന്നു വന്നേക്കാം. നരബാധിക്കുമാർ നമ്മൾ പേടിക്കുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മാറ്റം വരുന്നൊരവസ്ഥയല്ലേ അത്. ഫസ്തഖിം കമാ ഉമിർത, നബിയെ നിങ്ങളും വമൻ താബ മഅക അങ്ങയുടെ കൂടെയുള്ള സത്യവിശ്വാസികളും ഞാൻ പറഞ്ഞതുപോലെ നേരായ വഴിയിൽ നിൽക്കണം കേട്ടോ. ആ വാക്കുകൊണ്ടാണ് എനിക്ക് പേടി വന്നത്. ഞാൻ പറഞ്ഞ പോലെ കമാ ഉമിർത ഫസ്തഖിം, ഒരു അണു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നേർവഴിക്ക് തന്നെ വേണം നബിയെ, നേർവഴിക്ക് തന്നെ. ഹബീബായ നബി ഞങ്ങൾ അല്ലാഹുവിന്റെ മഅസൂമായ നബിയാണ്. ഹബീബിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. യാ അല്ലാഹുവിന്റെ ഉത്ബോധനം നമ്മളോടാണ് മുഅ്മിനെ. ഹബീബിന്റെ സ്വഹാബിമാരോട്, ലോകത്ത് വരുന്ന സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്തിഖാമത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്തഖിം കമാ ഉമിർത, ഞാൻ പറയുന്ന പോലെ അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണമേ എന്ന അല്ലാഹുവിന്റെ ആജ്ഞയാണ് എനിക്ക് തലനര ബാധിക്കാൻ കാരണമായതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നേർവഴിയിൽ പോവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്, പിന്നല്ല, അങ്ങനെയല്ല. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് അതാണ്, നേർവഴിയിൽ ജീവിക്കുക. അത് സാധാരണക്കാരന്റെയും ആലിമിന്റെയും കറാമത്ത് അതാണ്. നമ്മൾ കാണാറില്ലേ, ചില മയ്യിത്തൊന്നും കേടുവരാണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ ലോകത്തുള്ള സംഭവങ്ങളാണ്. സാധാരണക്കാരായിരിക്കും ഇപ്പൊ മരിച്ചിട്ടുണ്ടാവുക, വലിയ ആലിമൊന്നും ആയിക്കോണമെന്നില്ല. എന്തേ? അവർക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർ കറാമത്ത് കാണിച്ചോ? അവരുടെ ജീവിതം കറാമത്തായിരുന്നു. അതാണ് നേർവഴിയിൽ ജീവിക്കുക, തന്നെ കറാമത്ത്. ബാക്കി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് കറാമത്ത് തരണേ എന്നല്ല ചോദിക്കേണ്ടത്, അത് തസ്കിയത്തുൻ നഫ്സാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. പഠിച്ചവനെ, നേർവഴിയിലായി സജ്ജനങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ, അതാണ് ചോദിക്കേണ്ടത്. അള്ളാഹിനോട് കറാമത്ത് തരണേ റബ്ബേ എന്നല്ല ചോദിക്കേണ്ടത്.
കാരണം കറാമത്ത് തസ്കിയത്തുൻ നഫ്സ്, അവിടെ ഞാൻ ഇത്തിരി തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകുന്ന സ്വാഭാവിക മനുഷ്യന്മാരല്ലേ. നമ്മളാണ് ചെയ്തപ്പോൾ ശരിയായല്ലോ, ഞാൻ വേർന്നപ്പോഴാണല്ലോ ശരിയായി പോയത്, ഞാൻ അന്ന് റൂട്ട് കണ്ടപ്പോ ഒന്ന് മധ്യസ്ഥിതി കൊടുത്താണല്ലോ, അപ്പോഴല്ലേ ഉപ്പരക്കാൻ ശിഫായത്. ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുത്തേക്കാം, പക്ഷെ നിങ്ങൾ അതിന്റെ പിന്നാലെ നടക്കരുത്. നിങ്ങളുടെ കറാമത്താ നിങ്ങൾ പറയാൻ നിൽക്കണ്ട, അതെന്ത് ചെയ്യണ്ട, ആരോടും പ്രചരിപ്പിക്കാനും നിൽക്കണ്ട. അള്ളാഹിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കുക, കറാമത്ത് അതിന്റെ വഴിക്ക് വന്നോളൂ. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്, നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കറാമത്ത് എന്ന് പറയുന്നത് അഹംഭാവം വരും, ഞാൻ തിരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുമ്പോ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു എല്ലാ ദിവസവും അല്ല എല്ലാ സമയത്തും ഫീ കുല്ലി ആനിൻ, യൗമ എന്ന് പറഞ്ഞ ദിവസം എന്നാ, പക്ഷെ അവിടെ ദിവസം എന്നല്ല അവിടെ കൊടുക്കണം. ഫീ കുല്ലി ലഹ്ളത്തിൻ വ ആനിൻ വഹീനിൻ, എല്ലാ സമയത്തും അല്ലാഹു തആല വളരെ ഗൗരവമായ ഒരു വിഷയം, അല്ലാഹു ഏത് സെക്കൻഡിലും അല്ലാഹു തആല വളരെ കനപ്പെട്ട ഒരു വിഷയം അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ഓരോ നേരത്തുമുണ്ട്, നടക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ സദസ്സെന്ന് ഒരാള്, ഒരു പ്രായമുള്ളൊരു പാവം മനുഷ്യൻ, ഉസ്താദേ ഒരു ചോദ്യം. എന്താ ചോദ്യം? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഏത് നേരവും ഏത് ദിവസത്തിലും അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഫമാ ശഅനുല്ലാഹിൽ യൗം, ഇന്നിപ്പോ എന്തായിരിക്കും അള്ളാഹു ചെയ്യുന്ന ആ വിഷയം എന്ന് പറഞ്ഞെന്നാണ് അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുക. ഇപ്പൊ എന്താ അള്ളാഹു ഈ നേരത്തെ ഇന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു ഗൗരവമുള്ള വിഷയം ഉണ്ടോ എന്ന് പറഞ്ഞുതരാൻ വലിയ മഹാനാണ്. മില്യൺ കണക്കിന്, ആയിരം പറഞ്ഞൂടെ, മില്യൺ കണക്കിന് പേജുകൾ വായിക്കുകയും എഴുതുകയും ചെയ്ത മഹാനാണ് ഇബ്നുൽ ജൗസി. നാളെ പറഞ്ഞുതരാന്നോ, എന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടാവുമല്ലോ, നാളെ പറഞ്ഞുതരാന്നോ. നാളെയായി മുപ്പര് ആ ചോദ്യം തന്നെ ചോദിച്ചു. സൂറത്ത് തഫ്സീർ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് നാളെ പറഞ്ഞുതരാം. 2 ദിവസമായി, 3ആയി, 4ാമത്തെ ദിവസമായി. ഒരു ബേജാറാണല്ലോ. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ല എന്ന് പറയാൻ പ്രയാസം വരും, പക്ഷെ പ്രയാസം വരാൻ പാടില്ല എന്നാണ്. അതറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയാലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോകപ്രശസ്തനായി, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം, 50 മസ്അലകൾ ചോദിക്കേണ്ട 40നും മറുപടി ലാ അദ്രി, എനിക്കറിയില്ല. ചോദിച്ചു, അല്ല ഇമാം അവറുകളെ, നിങ്ങൾ ഈ ലോകപ്രശസ്തനായ ആലിമായിട്ട് 50 ചോദ്യത്തിൽ 40ന് എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ ആരതിനൊക്കെ മറുപടി പറയാം? അതിനെ ആരെങ്കിലും നോക്കോ, എന്നാലും നരകത്ത് കൊണ്ടുപോകാൻ ഞാൻ റെഡിയല്ല, എനിക്ക് പോകാൻ ധൈര്യമല്ല. സുബ്ഹാനല്ലാഹ്, മാലിക് ഇമാം. ഇബ്നുൽ ജൗസി വിഷമിച്ചു പോയി. 10,000-കണക്കിന് ജൂതന്മാർ മുസ്ലിമായിട്ടുണ്ട് ഇബ്നുൽ ജൗസിയുടെ വാല് കേട്ടിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അങ്ങനെ 4ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ആത്മീകമായ ബന്ധങ്ങളുണ്ട് എന്നതിന്റെ ഒരു അടയാളം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളും ആത്മീകമായ ബന്ധം, നമ്മള് മശായിഖന്മാരുമായി, നമ്മുടെ ഗുരുനാഥന്മാരുമായി മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആത്മീക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ചില ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകൾക്ക് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മദീനത്തൊക്കെ പോയ ആളുകളുടെ അനുഭവം പറയുമ്പോൾ, ഞാൻ റസൂലുള്ളാഹിനെ ഇവിടെ റൗദയിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടു. അന്നേ ദിവസം തന്നെ 10,000-കണക്കിന് ആളുകൾ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊക്കെ ഹബീബായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. നിസ്കാരത്തിന്റെ കഥ പോലെ ഒരു ജമാഅത്ത് നിസ്കരിച്ചാലേ ഒരു സ്വഫില് 40 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും.
നിസ്കരിക്കുന്ന ഇന്റർനുള്ള സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പുറത്തുള്ളവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തുള്ളവന്റെ ഓക്കെയാണ് കൂലിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പുറത്തുള്ളവന് ഇഷ്ടം പോലെ കൂലി കൊടുത്തിട്ടുണ്ടാവും. ഒരൊറ്റ നിസ്കാരം ഒരു ജമാഅത്ത് സ്വീകരിച്ചതും സ്വീകരിക്കപ്പെടാത്തതും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവില്ലേ? നമുക്കറിയില്ലല്ലോ ആരത് സ്വീകരിച്ചു, ആരും സ്വീകരിക്കപ്പെട്ടില്ല. നമ്മളൊക്കെ അള്ളാഹ് സലാം വിട്ടി കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ നിസ്കരിച്ചു, ഇത്രേ നമ്മൾ പറയുള്ളൂ. അള്ളാഹ് സ്വീകരിച്ചോ നമുക്കറിയില്ല. നമ്മുടെ തൊട്ടിപ്പുറത്ത് നടക്കാൻ നമ്മൾ അറിയുന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്. അതാണ് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹിക്മത്തും അല്ലാഹുവിന്റെ കിതാബും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാമെന്നവരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തിലും ഹബീബിന്റെ വഫാത്തിന്റെ ശേഷവും ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിവാണ്. ഇബ്നു ജൗസി തങ്ങൾക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ള വല്ലാത്ത വിഷമത്തിലാണല്ലേ.